ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. ആത്മജ്ഞാനം എന്ന വാക്കിൻ്റെ ദുരുപയോഗം. ആത്മജ്ഞാനം ആവർത്തനം കൊണ്ട് വിരസമായ ഒരു വാക്കായി തീർന്നിരിക്കുന്നു. ഓരോ ആചാര്യനും താൻ ജനങ്ങളെ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവകാശപ്പെടുന്നു. മിക്കവാറും ആചാര്യന്മാർ മാത്രമാണ്, ഗുരുക്കന്മാരല്ല. അവർ തന്നെ ആത്മജ്ഞാനം നേടിയവരല്ല. ഇക്കാലത്ത് ആത്മജ്ഞാനം കുപ്പിവെള്ളം പോലെ തെരുവിൽ വിൽക്കപ്പെടുന്നു. പല അന്വേഷകർ പോലും ആത്മജ്ഞാനികളാണെന്ന് അവകാശപ്പെട്ട് അസാധാരണമായ രീതികളിൽ പെരുമാറിത്തുടങ്ങുന്നു. തീരെ സഹിക്കാൻ വയ്യാതാകുമ്പോൾ അയൽക്കാർ അവരെ പിടിച്ച് ഭ്രാന്താസ്പത്രിയിൽ ഏൽപ്പിക്കുന്നു. അടുത്ത കാലത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം നാം കണ്ടതാണ്. ചിലർ തങ്ങൾക്ക് സിദ്ധികൾ ഉണ്ടെന്ന് നടിച്ച് തങ്ങളെയും മറ്റുള്ളവരെയും ഉപദ്രവിക്കുന്നു. ഇവയെല്ലാം അപകടകരമായ കളികളും കെണികളുമാണ്. കരുതിയിരിക്കുക. എൻ്റെ സ്നേഹിതന്മാരെ, തട്ടിപ്പിനെ സൂക്ഷിക്കുക. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഉപനിഷത്ത് ഇങ്ങനെ പറയുന്നു: ദോഷം ചെയ്യുന്നതിനെ ദോഷം ചെയ്യാത്തതിൽ നിന്ന് തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി നിയമങ്ങൾ അറിയാത്തത് ഒരു ഒഴികഴിവല്ല. ആത്മജ്ഞാനത്തെയും നമ്മുടെ തൊപ്പിയിലെ മറ്റൊരു തൂവലായി, അതായത് അഭിമാനകരമായ നേട്ടമായി കണക്കാക്കാൻ നാം തുടങ്ങിയിട്ടുണ്ട് എന്നത് ദൗർഭാഗ്യകരമാണ്. എന്നാൽ വാസ്തവത്തിൽ ആത്മജ്ഞാനം എല്ലാ തൊപ്പികളെയും എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. തൊപ്പികൾ ലോക ജീവിതത്തിൽ അംഗീകാരത്തിന് വേണ്ടി ഉള്ളതാണ്. നിങ്ങൾ ലൗകിക ബന്ധങ്ങൾക്കെല്ലാം അതീതനാകുമ്പോൾ അംഗീകാരം കൊണ്ട് എന്താണ് പ്രയോജനം? ആത്മജ്ഞാനം നേടിയ ഗുരുക്കന്മാർ സാധാരണക്കാരായി തോന്നിക്കുന്നവരും സരളതയുടെ മാതൃകകളും ആയിരിക്കും. അവർ സാധാരണയിൽ കവിഞ്ഞ സാരല്യം പ്രകടിപ്പിക്കും. അവർ ആത്മജ്ഞാനികൾ തന്നെയാണോ എന്ന് നാം അത്ഭുതപ്പെടും. അവർക്ക് നിങ്ങളിൽ നിന്ന് ഒന്നും ആവശ്യമില്ല. അവർ ആവശ്യങ്ങൾക്ക് അതീതരാണ്. അവർ തികഞ്ഞ സമചിത്തതയോടെ പ്രവർത്തിക്കും. സ്വയം പുകഴ്ത്തലും അനാവശ്യമായ ആഘോഷവും ഒഴിവാക്കുവാനായി അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക പോലും ചെയ്യുന്നു. ലൗകികമായ തിളക്കത്തിനായി ആഗ്രഹിക്കുന്നവർ പലതും നടിക്കുകയും പല മേന്മകളും അവകാശപ്പെടുകയും ചെയ്യും. ശരിയായ ആത്മജ്ഞാനം അത് പ്രകാശിപ്പിക്കേണ്ട ആവശ്യകത തന്നെ ഇല്ലാതാക്കും. ആത്മജ്ഞാനികൾ സമീപത്തുള്ളപ്പോൾ അവർ ആരാണെന്ന് നിങ്ങൾക്ക് താനേ അനുഭവപ്പെടും. അനുഭവിക്കുന്നത് സംസാരിക്കുന്നതിനേക്കാൾ മീതെയാണ് എന്ന് മാത്രമല്ല, അർഹതയില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മജ്ഞാനം സംഭവിക്കുകയില്ല. ആത്മജ്ഞാനം സംഭവിക്കേണ്ടതുണ്ട്. അവബോധം താനേ ഉണ്ടാവുകയും ഉറയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചാലും പ്രവൃത്തി നിങ്ങളെ ഒരു പരിധിവരെ മാത്രമേ എത്തിക്കുകയുള്ളൂ. നിങ്ങൾ അസ്തിത്വത്തിൻ്റെ തലത്തിൽ ഉറയ്ക്കുമ്പോൾ ആത്മജ്ഞാനം സംഭവിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ അസ്തിത്വത്തിൻ്റെ തലത്തിൽ പ്രതിഷ്ഠിക്കുന്നത് പോലെയാണ്. അപ്പോൾ പ്രവർത്തനവും സ്വമേധയാ തികഞ്ഞ അവബോധത്തോടെ ഉള്ളതായി തീരും. ഇന്നത്തെ ലോകത്തിൽ ആത്മജ്ഞാനം എന്ന വാക്ക് ദുർവിനിയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആത്മജ്ഞാനം എന്നാൽ എന്താണ്? ആത്മജ്ഞാനത്തെ എളുപ്പത്തിൽ വിശദീകരിക്കുവാൻ കഴിയുകയില്ല. സാഹചര്യം അനുകൂലമാകുമ്പോൾ ആത്മജ്ഞാനം സംഭവിക്കുന്നു. പ്രവൃത്തി അവസാനിക്കുകയും അസ്തിത്വത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നു. സമചിത്തതയുടെ പൂർണ്ണതയിൽ അഹംബോധ ഘടകം തികച്ചും ഇല്ലാതായ അവസ്ഥയിൽ അത് സംഭവിക്കുന്നു. അത് അവബോധത്തിൻ്റെ ഒരു മാറ്റമാണ്. ആത്മജ്ഞാനം വലിയൊരു കുതിപ്പാണ്. പരിമിതമായ അവബോധത്തിൽ നിന്ന് അപരിമിതമായ അവബോധത്തിലേക്കുള്ള കുതിപ്പ്. ശരീരബോധത്തിൻ്റെയും അതിൻ്റെ കൂടെയുള്ള മനോബോധത്തിൻ്റെയും ബുദ്ധിബോധത്തിൻ്റെയും അഹംബോധത്തിൻ്റെയും പരിമിതാവസ്ഥയിൽ നിന്ന് വികസിച്ച അവബോധത്തിൻ്റെ അവസ്ഥയിലേക്കുള്ള കുതിപ്പ്. അവബോധം 360 ഡിഗ്രിയിലാണ്. അപ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള എല്ലാത്തിനെയും കുറിച്ച് ബോധവാനായിരിക്കും. ശരീരത്തിൻ്റെ അതിരുകൾ അവ്യക്തമായിരിക്കും. ഇന്ദ്രിയങ്ങളുടെ കൂടെ ചുറ്റി നടക്കാനുള്ള അതേ മനസ്സു തന്നെ അതിന് പകരം അലിയുകയും ആത്മാവുമായി ലയിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കൂടുതൽ ആഴത്തിലുള്ള ഐക്യവും പൂർണ്ണമായ അവബോധവും സംഭവിക്കുന്നു. സമാധിയുടെ അവസ്ഥകൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. വാക്കുകൾ പരാജയപ്പെടുന്നു. ചോദ്യം: ആത്മജ്ഞാനത്തിൻ്റെ യഥാർത്ഥമായ അനുഭവം വിവരിക്കാൻ കഴിയുമോ? ഉത്തരം: കഴിയുകയില്ല. നിശബ്ദതയുടെ സ്ഫോടനമോ പ്രപഞ്ചബോധമോ പോലുള്ള ഒരു അനുഭവത്തെ വിവരിക്കുവാൻ വാക്കുകൾ തീരെ അപര്യാപ്തമാണ്. പലരും ശ്രമിച്ചിട്ടുണ്ട്. പരമഹംസ യോഗാനന്ദൻ ഒരു യോഗിയുടെ ആത്മകഥയിൽ അത് ചെയ്യുന്നുണ്ട്.
സാധാരണയായി ആ അനുഭവത്തിന് ശേഷം സാധകന്മാർ മൗനത്തിലേക്ക് വഴുതി വീഴുകയും പ്രകാശനത്തിനുള്ള ആവശ്യകത ഇല്ലാതാവുകയും ചെയ്യുന്നു. പലർക്കും ആശയവിനിമയത്തിനുള്ള ആവശ്യകത തന്നെ ഇല്ലാതാകുന്നു. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, ഒന്നും തെളിയിക്കപ്പെടേണ്ടതായിട്ടില്ല, ഒന്നും പറയേണ്ടതായിട്ടില്ല. എല്ലാം സ്ഥിതി ചെയ്യുന്നു. എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നാം എല്ലാത്തിൻ്റെയും ഭാഗവുമാണ്. അത്തരത്തിലുള്ള അവസ്ഥയിൽ തികഞ്ഞ ശാന്തതയും പരമമായ പൂർണ്ണതയും ഉണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയെ എങ്ങനെയാണ് വിവരിക്കുക? ആരെങ്കിലും അത് ചെയ്താൽ തന്നെ അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ ഒരു സിദ്ധാന്തമാവുകയേ ഉള്ളൂ. അതിനു പുറമെ ആത്മജ്ഞാന അനുഭവം എല്ലാവർക്കും ഒന്നുതന്നെ ആയിരിക്കുകയില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് ഓരോരുത്തരുടെയും വ്യക്തിഗത സ്വഭാവ ഘടന അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. മാറ്റം സംഭവിക്കുന്ന വ്യക്തിയുടെ സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേരുവ അനുസരിച്ച് അത് വ്യത്യാസപ്പെടുന്നു. അതുകൊണ്ട് പരമഹംസൻ ചെയ്തതുപോലെ അനുഭവത്തെക്കുറിച്ച് ഒരു പൊതുധാരണ ഉണ്ടാക്കിത്തരുക എന്നല്ലാതെ വാസ്തവത്തിൽ അത് വിവരിക്കുവാൻ കഴിയുകയില്ല. ചോദ്യം: ആത്മജ്ഞാനം അവസാനത്തേതാണോ? അതിനുശേഷം എന്താണ്? ഉത്തരം: ആത്മജ്ഞാനം ഒരു ബിരുദം കിട്ടുന്നത് പോലെയാണ്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിൽ എത്തുന്നു. പൂർണ്ണമായ വിമോചനത്തിൽ എത്താൻ ഇനിയും എത്രയോ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. എങ്കിലും പ്രയത്നഫലത്തിനായുള്ള മനസ്സിൻ്റെ ആഗ്രഹം ഇനി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയില്ല. അതുകൊണ്ട് യാത്ര കൂടുതൽ സുഖകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഉയർന്ന അവബോധത്തിലേക്കുള്ള മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നടക്കുമ്പോൾ മുമ്പോട്ടുള്ള പാത പ്രകാശപൂരിതമായിരിക്കും. രണ്ട് മുഖ്യമായ സമാന്തര കാര്യങ്ങൾ തികച്ചും ഒരേ സമയത്ത് സംഭവിക്കുന്നു. ഒന്ന് ആത്മശുദ്ധീകരണവും ലയനവുമാണ്. രണ്ടാമത്തേത് ഭൂമാതാവിനോടുള്ള കടം വീട്ടലാണ്. ഇതാണ് ചതിക്കപ്പെടുവാൻ ഏറ്റവും അധികം ഇടയുള്ള സമയം. ഒന്നാമതായി ലൗകിക ജീവിതത്തിലെ സ്ഥൂലതയും അങ്ങാടിമിടുക്കും ആത്മജ്ഞാനിക്ക് കുറവായിരിക്കും. രണ്ടാമതായി അദ്ദേഹത്തിന് തൻ്റെ കൂടുതൽ സൂക്ഷ്മമായ അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ തന്നെ സ്ഥൂല സമൂഹത്തിൽ ജീവിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യക്തിജീവിതം ആടിയുലയുന്നു. ചോദ്യം: എങ്ങനെയാണ് യഥാർത്ഥ സത്യത്തെ കണ്ടെത്തുന്നത്? ഉത്തരം: ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ചിന്താക്കുഴപ്പങ്ങൾക്കും കാരണം ജനങ്ങൾ തങ്ങളുടെ ബാഹ്യമായി ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. എല്ലാ ഉത്തരങ്ങളും അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ചോദ്യം: ആത്മീയ സാധന എത്ര കാലത്തേക്ക് സഹായകമാകും? ഉത്തരം: നിങ്ങൾ പുഴ കടക്കുന്നതുവരെ. സാധന കടത്തുവള്ളമാണ്, പുഴ സംസാരമാണ്. പുഴ കടന്നു കഴിഞ്ഞാൽ സാധനയുടെ ആവശ്യകതയില്ല. ചോദ്യം: ചില ആത്മീയ പരിശീലനങ്ങളിൽ കൂടി ആത്മജ്ഞാനം നേടാമെന്ന് ഉറപ്പുണ്ടോ? ഉത്തരം: ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ഞാനും നിങ്ങളും നാളെയും നമ്മുടെ ഈ ശരീരങ്ങളിൽ ഉണ്ടാകുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നിങ്ങളുടെ പ്രതീക്ഷകളെ ഉപേക്ഷിക്കുക, വസ്തുനിഷ്ഠനാവുക, നിങ്ങളുടെ സാധന തുടരുക. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ഫലവും സ്വീകരിക്കുക. ഫലപ്രാപ്തിയുമായുള്ള സംഘം ബന്ധനമാണ്. അത് വർത്തമാനകാലത്തെ സുഖത്തെ നശിപ്പിക്കുന്നു, ഭാവിയെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും ആകാംക്ഷകൾ വളർത്തുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്നെന്നും അതേ വൃത്തത്തിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കും. ജയ് മോഹൻജി. താങ്ക് യു.